നമസ്കാരം. മാസ്മരം ടോക്കീസിന്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മാസ് കിച്ചണിലെ ഇന്ന് ഒരു ഡിഷ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എൻ്റെ അമ്മയാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്കും എൻ്റെ അനിയനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് വെജിറ്റബിൾ മട്ടൻ കുർമ. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് എൻ്റെ അമ്മ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഞാൻ ധന്യയുടെ അമ്മയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൻ വെജിറ്റബിൾ കുറുമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവും. ഇത് ഞാൻ പാലക്കാടായിരുന്നപ്പോൾ പഠിച്ച കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ മട്ടൻ വൃത്തിയാക്കിയത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം അരച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് പിളർന്നത്, മഞ്ഞൾപ്പൊടി, മല്ലി, മുളക്, ഉലുവ, കുരുമുളക് വറുത്ത് പൊടിച്ചത്, തക്കാളി, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, സവാള ചെറിയ ഉള്ളി പീസാക്കിയത്, തടിയങ്കായ്, ക്യാരറ്റ്, കത്തിരി. കടുക് താളിക്കാനുള്ളത്: ഉപ്പ്, മല്ലിയില, ഒരു തേങ്ങ നന്നായി അരച്ചത്, ആവശ്യത്തിന് എണ്ണ. ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം ഇഞ്ചി ചതച്ചത് ചേർക്കുക. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. നല്ല മണം വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ പച്ച വിട്ട് കഴിഞ്ഞാൽ സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. നന്നായി വഴന്ന് വരണ്ട. പച്ചക്കറിയിൽ ചേർത്ത് കൊടുക്കുക. പച്ചക്കറിയിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. മസാലക്കൂട്ട് ചേർത്ത് നന്നായി വെജിറ്റബിളിൽ പിടിക്കുന്നത് വരെ ഇളക്കണം. തക്കാളി ചേർക്കണം. പച്ചക്കറികൾ നന്നായിട്ട് വേഗം അനുവദിക്കരുത്. എന്നിട്ട് മട്ടൻ ചേർത്ത് കൊടുക്കുക. മട്ടൻ നന്നായി ഇളക്കി കൊടുക്കണം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം.
കുറച്ച് സമയത്തേക്ക് നമുക്കതിനെ മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കണം. അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല മണം വരുന്ന സമയത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. വേകാനുള്ള വെള്ളം ഒഴിക്കണം. ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക. വെന്തതിന് ശേഷം അരച്ച തേങ്ങ ചേർക്കുക. അപ്പോൾ തന്നെ നല്ല മണമെല്ലാം വന്ന് തുടങ്ങും. നന്നായി ഇഷ്ടപ്പെടും. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. ചൂട്ടിക്കടിക്കാതെ തീ കുറച്ച് വെച്ചതിന് ശേഷം കടുക് താളിക്കണം. എണ്ണ ഒഴിച്ച് കടുക് താളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉലുവ കൂടി ചേർക്കുക. അതിലേക്ക് ഒഴിക്കുക. തീ കുറച്ച് തന്നെ വയ്ക്കുക. ആവശ്യത്തിന് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.